കോഴിക്കോട് കാരശ്ശേരിയിൽ UDF-LDF സംഘർഷം. UDF പ്രവർത്തകനെ CPM പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി. UDF പ്രവർത്തകൻ സാദിഖ് കൂട്ടിപ്പറമ്പിനെ പോലീസ് നോക്കി നിൽക്കെ CPM പ്രവർത്തകൻ ആക്രമിച്ചുവെന്നാണ് പരാതി. കാരശ്ശേരി പഞ്ചായത്തിലെ പാറത്തോടാണ് സംഘർഷമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രി UDF പ്രചാരണ ബോർഡുകളും കൊടിയും നശിപ്പിക്കപ്പെട്ടിരുന്നു. വിവരങ്ങളുമായി രമ്യ ചേരുന്നുണ്ട്. രമ്യ, ഈ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ CPM വലിയ ആക്രമണങ്ങൾ നടത്തുന്നു, വ്യാജ വോട്ട് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പലയിടത്തും നിലനിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് വരുന്ന വാർത്തകളും സമാനമാണ്. അവിടെ എന്താണ് സംഘർഷത്തിനിടയാക്കിയത്? തീർച്ചയായും നീലിമ, കോഴിക്കോട് മേഖലയിലെല്ലാം അടുത്ത ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്ന ആരോപണ സംഭവങ്ങളെല്ലാം, ഇത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിൽ ഇന്ന് കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ പാറത്തോടാണ് ഇത്തരത്തിൽ LDF UDF പ്രവർത്തകർ തമ്മിലൊരു സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ഈ LDF പ്രവർത്തകനായിട്ടുള്ള സാദിഖ് കുറ്റിപ്പറമ്പിലിനെയാണ് പോലീസ് നോക്കി നിൽക്കെ CPM പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പരാതി നൽകിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പാറത്തോട്ടിലെത്തിയ UDF അനൗൺസ്മെന്റ് വാഹനത്തിലെ ഡ്രൈവറായിട്ടുള്ള ഈ സാദിഖ് കുറ്റിപ്പറമ്പിലിനെ പോലീസ് നോക്കി നിൽക്കെ CPIM പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ളതാണ് പരാതി. ഇന്ന് രാവിലെ 11 മണിയോട് കൂടിയിട്ടാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ UDF പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാൻ വേണ്ടി അവർ തന്നെ പ്രചാരണ ബോർഡുകൾ നശിപ്പിച്ചു എന്നും വാഹനത്തിലിരുന്നുകൊണ്ട് CPM പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞതോടെയാണ് ഇത്തരത്തിൽ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്നാണ് CPM പ്രവർത്തകർ പറയുന്നത്. ഇതിനെ തുടർന്ന് CPM പ്രവർത്തകനായ കിഷോറിന് പരിക്കേറ്റതായും ഇദ്ദേഹത്തെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. നിലവിൽ ഈ പാറത്തോട് ബൂത്ത് എന്ന് പറയുന്നത് തന്നെ ഒരു പ്രശ്നബാധിത ബൂത്താണ്. ഇവിടെയാണ് ഇത്തരത്തിലൊരു സംഘർഷം ഇന്ന് 11 മണിയോട് കൂടി ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഈ പോലീസ് നോക്കി നിൽക്കെയാണ് ഇത്തരത്തിൽ CPM പ്രവർത്തകർ UDF പ്രവർത്തകനെ മർദ്ദിച്ചതായിട്ടുള്ള പരാതിയുള്ളത്. ശരി രമ്യ.